എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ദേ ഈ വണ്ടിയുടെ നമ്മളിപ്പോൾ അതെ 5000 ആപ്പിൽ പോയാൽ കൈവിട്ടു, RPM ഡൗൺ ആകത്ത് കണ്ടില്ലേ, RPM ലാഗ് ഉണ്ട്. ഇതെന്താ സംഭവം, ഇത് ശരിക്കും ഇഷ്യൂ അല്ലേ, ഇത് ഡേഞ്ചറസ് അല്ലേ, ഇത് എന്താ സംഭവം എന്ന് കുറേ പേര് ചോദിക്കാണ്. എല്ലാ മെസ്സേജും എനിക്ക് കിട്ടുന്നത് ഇതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം, ഇത് വലിയ ഡിഫോൾട്ടാണോ, പ്രശ്നമാണോ, ഇഷ്യൂ ആണോ, TVS എന്താ ഇതിന് റെസ്പോണ്ട് ചെയ്യാത്ത, പറഞ്ഞുതരാം. സോ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം മുമ്പ് ഇപ്പോൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി ഇതാണ് കേട്ടോ, സീറ്റ് തണുപ്പിക്കൽ സെറ്റപ്പ്. അത് 1700 RPM ഇപ്പോൾ അതെ ഐഡിൽ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ട കുറച്ച് സ്റ്റക്കാണ് കേട്ടോ. ഞാൻ ത്രോട്ടിൽ വിട്ട് 3000 നിന്ന് ഇപ്പോഴാണ് തിരിച്ച് ഐഡിലോട്ട് ഇത് 1600 എത്തി. ത്രോട്ടിൽ വിട്ട് 2000 തിരിച്ച് ഇത് 1600 എത്താൻ കുറച്ച് ടൈം ലാഗ് ഉണ്ട്. ഇതാണ് എല്ലാവരും പറയുന്ന പ്രശ്നം കേട്ടോ. എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഈ ട്രാഫിക്കിൽ സിറ്റിയിലൊക്കെ. കാരണം ഭയങ്കര ലോ ഡൗൺ ടോർക്കാണ്. ആ സ്പ്രോക്കറ്റിങ് ചെയ്തതിൻ്റെ ഇതാണ് ഭയങ്കര ഷോർട്ടാണ്, ഭയങ്കര ഷോർട്ട് ഗിയറിങ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോർമൽ R3 കാട്ടി വലിയ റിയർ സ്പ്രോക്കറ്റാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ തണുക്കുന്ന സീറ്റാകുമ്പോൾ ഒരു കംഫർട്ടാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ഈ RPM ഇങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നു, നമ്മൾ ത്രോട്ടിൽ വിട്ടാലും RPM റേസ് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ അല്ലേന്ന്. സോ അതിനുള്ള ജസ്റ്റിഫിക്കേഷനാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. എന്താ സംഭവം, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ കണ്ട ഞാൻ ഇപ്പോൾ ത്രോട്ടിൽ വിട്ട് വന്നിട്ട് RPM ഭയങ്കര സ്ലോ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അത് ഈ ഏർബൻ മോഡിൻ്റെ ഒരു ഫീച്ചറാണ്. ഈ ഏർബൻ മോഡിലും റെയിൻ മോഡിലും GTT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ TVS കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTT എന്ന് പറഞ്ഞാൽ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്നാണ്. ഇപ്പോൾ ഞാൻ 5th ഗിയർ പോകല്ലേ, ത്രോട്ടിൽ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഗിയറിൽ ഒച്ചപ്പാടോ ബഹളോ ഇല്ലാണ്ട് വണ്ടി തന്നെ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. RPM ഒന്ന് റേസ് ചെയ്ത് വെച്ചിട്ട് എൻജിൻ്റെ അധികം സ്ട്രെയിനോ ആ ചെയിൻ അടിക്കുന്ന ശബ്ദമൊന്നും ഇല്ലാണ്ട് ഇതേ പോകുന്ന കണ്ടില്ലേ. അങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഫീച്ചർ ഏർബൻ മോഡിൽ കൊടുത്തിട്ടുണ്ട്. ഏർബൻ മോഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, സിറ്റിയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ TVS ബാക്കി യൂട്യൂബേഴ്സിനും കിട്ടിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 1000 കിലോമീറ്ററിൽ നമുക്ക് ഏർബൻ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏർബൻ മോഡ് ശരിക്കും യൂസ് ചെയ്യേണ്ടത് ഈ ഏർബൻ സിറ്റി ഇങ്ങനെ ട്രാഫിക്കിലൊക്കെ പോകുകയാണെങ്കിൽ ഏർബൻ മോഡ് യൂസ് ചെയ്യേണ്ട ഭയങ്കര എഫേർട്ട്ലെസ്സിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഹാർഷ് ആയിട്ടുള്ള എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടല്ലോ. ഈ RPM സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്മൂത്തായി പോകണമുണ്ട്. ആ ജെർക്കിംഗ് ഇല്ല, ആ സഡൻ ആയിട്ട് വണ്ടിയുടെ എഞ്ചിൻ ബ്രേക്ക് ഹാർഷ് എഞ്ചിൻ ബ്രേക്ക് വന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് പോകണം. അങ്ങനെ ഇതിൽ എഫേർട്ട്ലെസ്ലി ട്രാവൽ ചെയ്യാൻ വേണ്ടി TVS കൊടുത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് GTT. അതിൻ്റെ ഒപ്പം തന്നെ ഈ എർബൻ മോഡ് കേട്ടോ. സോ ആ മോഡിൽ ഈ ത്രോട്ടിൽ ഇഷ്യൂ ഫേസ് ചെയ്യണമെങ്കിൽ അതൊരു ഫീച്ചറാണ്, ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയാണ്. അതാണ് സംഭവം. ഇത് കണ്ടിട്ട് കുറേ പേര് കുറേ വീഡിയോസ് ഈ മോഡിൽ മാത്രം ഇട്ട് ഓടിക്കും. അപ്പോൾ ഞാൻ ഒന്ന് മോഡ് മാറ്റി കാണിച്ചതാണ് കേട്ടോ. ഇത് വേറെ 2 മോഡും കൂടി ഫസ്റ്റ് സർവീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ബാക്കി 3 മോഡ് കിട്ടാം. സ്പോർട്ട്, ട്രാക്ക്, സൂപ്പർ മോട്ടോ കിട്ടും. അതിലൊക്കെ എന്നാൽ ത്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയാണ്. ഇതിൻ്റെ ട്രാക്ക് മോഡിലത്തെ ത്രോട്ടിൽ റെസ്പോൺസ് ഞാൻ അവസാനം നിർത്തി കാണിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏർബൻ മോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇൻ സിറ്റി യാതൊരു ജെർക്കിംഗ് ഇല്ല, ത്രോട്ടിൽ നിങ്ങൾ വിട്ട ഹാർഷായിട്ടുള്ള എഞ്ചിൻ ബ്രേക്കിംഗ് ഇല്ല. സിംഗിൾ സിലിണ്ടർ ഹൈ കംപ്രഷൻ എഞ്ചിനിലൊക്കെ നിങ്ങൾ ഒറ്റയടിക്ക് ത്രോട്ടിൽ വിടുവാണെങ്കിൽ ഒരു ഹാർഷായിട്ടുള്ള ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടാവും. അത് ചിലർക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് എവറി ഡേ യൂസേജിന് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ ഫീൽ ചെയ്യും. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ ഡ്യൂക്ക് 390 അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഡ്യൂക്ക് 390 ECUവിൽ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി എക്സ്ട്രാ ഫ്യൂൽ ആഡ് ചെയ്ത് കൊടുക്കും. ECU തന്നെ ECU റീമാപ്പ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ട്യൂണറിനോട് അങ്ങനെ ഒന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടി, എഞ്ചിൻ ബ്രേക്കിംഗ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ വിട്ടാലും വണ്ടി സ്മൂത്തായി പോകും. അതേ സിമിലർ സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന TVS ഈ മോട്ടോർ സൈക്കിളിൽ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ എല്ലാ മോട്ടോർ സൈക്കിൾസിൽ കാസിലായാലും റേസ് ബിൽഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് Castrol Power 1 Ultimateൻ്റെ 10W50 സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിലാണ്. ഈ വേരിയൻ്റാണ് നിങ്ങൾ മേടിക്കേണ്ടത്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നത് എൻ്റെ റുപ്പീസാണ് എത്ര 1275 അല്ല 1275 റുപ്പീസ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ നമ്മുടെ അപ്പാച്ചെ RTR 300 ഞാൻ ഈ ഓയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നല്ല ചേഞ്ചാണ്, നല്ല കൂളായിട്ട് റൺ ചെയ്ത്. മാത്രമല്ല ഓവറോൾ ഇൻ ടേംസ് ഓഫ് സ്മൂത്ത്നെസ് ആൻഡ് റിഫൈൻമെൻറ്റ് മച്ച് ബെറ്റർ കൂടിയാണ് കേട്ടോ. ഈ ഓയിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ ഔട്ട് ഓഫ് വാറണ്ടി ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു ഓയിൽ എഞ്ചിൻ ഓയിൽ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ദ Castrol Power 1 Ultimateൻ്റെ എഞ്ചിൻ ഓയിൽ കേട്ടോ. സോ ഇത് ട്രൈ ഔട്ട് സഡൻ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും നോട്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റ്, കുറച്ചുകൂടി ബെറ്റർ ലൂബ്രിക്കേഷൻ, കുറച്ചുകൂടി ബെറ്റർ എഞ്ചിൻ ലൈഫിന് ഈ ഓയിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. നമ്മൾ റോഡിൽ കട്ട് ചെയ്താൽ ഹാഷായിട്ട് ആ സഡനായിട്ട് എഞ്ചിൻ പിടിക്കണം, ആ ബ്രേക്കിംഗ് ഒന്നുമില്ല. അത് ഈ മോഡിൽ മാത്രം ഉണ്ടോ. ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കൈ കൊടുത്ത്
വിട്ടു വണ്ടി സ്മൂത്തായി പോകുന്നുണ്ട്. സ്പീഡ് കുറയുന്നുണ്ട്, പക്ഷേ ഗ്രാജുവലായിട്ടേ കുറയുള്ളൂ. ഇത് ഹൈ സ്പീഡിൽ സിറ്റിയിൽ ഓടിക്കേണ്ട ഫീച്ചറല്ല. നിങ്ങൾ സിറ്റിയിലൊന്നും അത്ര ഹൈ സ്പീഡിൽ ഓടിക്കാൻ പാടില്ല. പക്ഷേ എന്നാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ മോഡുണ്ട്. റൈഡിങ് മോഡ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ്, നിങ്ങളുടെ ഓരോ പേർപ്പസിന് ഓരോ മോഡുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, അപ്പ് ബട്ടൺ നിൽക്കുക. കണ്ടോ, അതെ സ്പോർട്ട് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഒരു ബട്ടൺ ടാപ്പ് ചെയ്താൽ മാത്രം മതി, സ്പോർട്ട് മോഡായി. ഈ സ്പോർട്ട് മോഡിൽ GTT ഇല്ല, ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഒന്നുമില്ല. നിങ്ങൾ ലോ സ്പീഡിൽ പോയാൽ എഞ്ചിൻ ഇടിച്ചിടിച്ച് നിൽക്കും കേട്ടോ. സാധാ മോട്ടോർ സൈക്കിൾസ് പോലെ ആ എക്സ്ട്രാ ബിറ്റ് ഓഫ് ഫ്യൂൽ ആഡ് ചെയ്യില്ല. ലോവർ RPM നിങ്ങൾ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലെങ്കിൽ വണ്ടി തന്നെ കമ്പൻസേറ്റ് ചെയ്യില്ല. സ്പോർട്ട് മോഡിൽ ഭയങ്കര രസമുണ്ട് ഈ വണ്ടി ഓടിക്കാൻ. കണ്ട, കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി ഹാഷറായിട്ടുള്ള എൻജിൻ ബ്രേക്ക് എനിക്ക് ഫീൽ ചെയ്യുക. കുറച്ചും കൂടി ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ്, പക്ഷേ ത്രോട്ടിൽ കുറച്ചും കൂടി റെസ്പോൺസീവായി. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു മോഡുണ്ട്, ഇതിനെക്കാട്ടി കുറച്ചുകൂടി റെസ്പോൺസീവ് മോഡുണ്ട്. ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, ഞാൻ നോക്കി അപ്പിലോട്ട് നോക്കി, അപ്പോൾ അത് ക്ലോസ് ത്രോട്ട് കണ്ടായി. ഇപ്പോൾ ട്രാക്ക് മോഡിലോട്ടായി. ട്രാക്ക് മോഡിലാണ് ഏറ്റവും സെൻസിറ്റീവ് ത്രോട്ടിലുള്ള. കണ്ട്, ഇതിൽ RPM എക്സാക്റ്റ് കാണിക്കുകയും ചെയ്യും. പിന്നെ ഈ വണ്ടി TVS ട്യൂൺ ചെയ്യുന്ന രീതി തന്നെ കുറച്ചും കൂടി കംഫർട്ട് ബേസ്ഡ് ആയിട്ടാണ്, അല്ലാണ്ട് അത്ര അഗ്രസീവായിട്ടില്ല. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഴയ ജനറേഷൻ ഡ്യൂക്ക് 390 ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഡൻലി ത്രോട്ടിൽ ക്ലോസ് ചെയ്യുക, അപ്പോൾ വണ്ടി ഇടിച്ച് നിൽക്കുവാണ്. അത്ര ഹാർഷായിട്ട് എഞ്ചിൻ ബ്രേക്കിംഗ് വരിക. അത് സംഭവിക്കുന്നത് നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ ത്രോട്ടിൽ ക്ലോസ് ചെയ്യുമ്പോഴേക്ക് ത്രോട്ടിൽ ബോഡിയുടെ ത്രോട്ടിൽ വാൽവ് ഷട്ടാവും. അപ്പോൾ അതും ഇൻ ബിറ്റ്വീൻ ആ സിലിണ്ടറിൻ്റെ ആ ത്രോട്ടിൽ വാൽവിൻ്റെ ഇടയിൽ ഒരു വാക്യൂം പോലെ ക്രിയേറ്റ് ചെയ്യും. കംപ്ലീറ്റ് ഷട്ടാണല്ലോ. അങ്ങനെ പിസ്റ്റൺ റീടാർഡ് ചെയ്തിട്ട് ഒന്ന് സ്പീഡ് കുറയും. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ ബിറ്റ് ഓഫ് ഫ്യൂൽ ആഡ് ചെയ്യും. ആ ഫ്യൂൽ ആഡ് ചെയ്യാൻ കിട്ടുന്ന അഡ്വാൻറ്റേജ് കുറച്ചുകൂടി സ്മൂത്തറായിട്ടായിരിക്കും ആ എൻജിൻ ബ്രേക്കിംഗ്. അത്ര ഹാർഷായിട്ട് എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടായില്ല. അതാ ഡിഫറൻസ് കേട്ടോ. ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റ് അടിപൊളി. സോ TVSൻ്റെ ക്വിക്ക് ഷിഫ്റ്റ് ആണ്ട ഒരു സംഭവം കൂടി പറയുന്നത് പറഞ്ഞാൽ, ബാക്കി മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ. പക്ഷേ TVSൽ അത് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ ECU അത് ഓട്ടോമാറ്റിക് അഡാപ്റ്റ് ചെയ്തിട്ട് മാറ്റിക്കൊള്ളുന്നതാണ്. കണ്ട, 5th ഞാൻ ത്രോട്ടിൽ ഷട്ട് ചെയ്യുന്നില്ല. ബട്ടറി സ്മൂത്ത്, കൈ കൊടുക്കുന്നു, 5th 6th പവർ. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ത്രോട്ടിൽ ഷട്ട് 5th കട, എന്ത് എഫേർട്ട്ലെസ് 4th അടിപൊളി. അതേപോലെ ഷിഫ്റ്റ് ചെയ്യാൻ അത്രയ്ക്ക് എഫേർട്ട്ലെസ് ആണ്. കുറച്ചൊരു RPM നിങ്ങൾ റൺ ചെയ്യുവാണെങ്കിൽ ഇത് ബട്ടറി സ്മൂത്താണ്. കണ്ടില്ലേ, ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. ഓ, 4th 5th 6th അടിപൊളി. ബ്രേക്ക് പിടിക്കുന്നു, 5th 4th ഡൗൺ ഷിഫ്റ്റ്. അത് പെർഫെക്റ്റ്ലി റവ് മാച്ച്ഡ് ആണ് കേട്ടോ. ഇങ്ങനെ ശരിക്കും ചെയ്യേണ്ട, നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രോട്ട് ക്ലോസ് ചെയ്തൊക്കെയാണെങ്കിൽ കുറച്ചൊരു പെർഫെക്റ്റ് ആയി കിട്ടും. പക്ഷേ TVSൽ മാത്രമുണ്ട്. ബാക്കി KTMലൊക്കെ എല്ലാത്തിനും നമ്മൾ ത്രോട്ട് ഷട്ട് ചെയ്താലേ പ്രോപ്പർലി ഡൗൺ ഷിഫ്റ്റ് ആവുള്ളൂ. പക്ഷേ TVSൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ത്രോട്ടിൽ കുറച്ച് ഓപ്പൺ ആണെങ്കിൽ കൂടി അത് പ്രോപ്പർലി ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ ECU അത് കേപ്പബിൾ ആണെന്നാണ് TVS പറയുന്നത്. അങ്ങനെ റിക്വയർമെൻ്റ് ഇല്ല ഈ ത്രോട്ടിൽ ഷട്ട് ചെയ്ത് വെക്കാൻ. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുത്തു തോന്നും. അപ്പോൾ എല്ലാവരും കുറേ യൂട്യൂബേഴ്സ് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ ഇത് പ്രശ്നമല്ലേ, ഇത് ആ ഇഷ്യൂ അല്ലേ, ഇതെന്താണ് TVS ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇത് ടെസ്റ്റ് ചെയ്യാണ്ട് ഇറക്കിയ വണ്ടിയാണോ എന്ന് വരെ ആൾക്കാർ കമൻസ് ചോദിക്കാണ്ട്. ആ വീഡിയോയിലൊക്കെ എന്നെ ആൾക്കാർ ടാഗ് ചെയ്യാറുണ്ട്, ഇതെന്താ സംഭവം, ഇതെന്താണ് സെറ്റപ്പ് എന്ന്. സോ സെറ്റപ്പ് ഒന്നുമില്ല, ഇത് എൻജിൻ ബ്രേക്കിംഗ്, സിറ്റി റൈഡിങ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി TVS കൊടുത്തൊരു സെറ്റപ്പാണ് എർബൻ മോഡിൽ. നമുക്കിനി എർബൻ മോഡിൽ പോകാം. എനിക്ക് എർബൻ മോഡ് ഈ ട്രാക്ക് മോഡിൽ ഓടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസീവ് ത്രോട്ടില്ല, കുറച്ചൊന്ന് ഈസായിട്ടൊക്കെ ഓടിക്കാൻ നമുക്ക് പറ്റിയ മോഡല്ല കേട്ടോ. എർബൻ മോഡിലായപ്പോൾ എന്ത് സുഖമാണ്. എർബൻ മോഡിൽ GTT ഉണ്ട്. GTT എന്ന് പറഞ്ഞാൽ കണ്ട 6th ഗിയറിൽ നമ്മൾ 38 ഒച്ചപ്പാടോ ബഹളോ ചെയിൻ അടിക്കലോ ഒന്നുമില്ലാണ്ട് എഫേർട്ട്ലെസ് 6th ഗിയറിൽ സിറ്റി കൂടി പോകാനുള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് ഈ RPM പെട്ടെന്ന് ഡ്രോപ്പ് ആകട്ടെ കേട്ടോ.
എല്ലാവരും പറയുന്നത് 1600 അല്ലേ നമ്മൾ ഐഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ 2000 RPM. ഇതെന്താ 2300, 2500, 2700 എന്തിനങ്ങനെ പോയിക്കൊണ്ടേ. 6th ഗിയർ 40 km/h എഫേർട്ട്ലെസ്ലി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടെ നിന്ന് കൈ കൊടുത്താൽ കയറട്ടോ വണ്ടി, കണ്ടില്ലേ? ടോപ്പ് ഷിഫ്റ്റ് ചെയ്യാനാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ട. പെർഫെക്റ്റ് ഫോർ സിറ്റി, പെർഫെക്റ്റ് ഫോർ ടൂറിംഗ് ആണ്. അതാണ് എർബൻ മോഡ്. റെയിൻ മോഡിൽ ഇതേ സെറ്റപ്പാണ് കേട്ടോ. പവറാണ് 135 km/h എന്തോ ടോപ്പ് സ്പീഡ് ലോക്ക്ഡൗൺ ആണ് ഈ മോഡിൽ. റൈഡിങ് മോഡ്സ് സാധാ മിക്ക വണ്ടിയിൽ ജസ്റ്റ് ഒരു പേര്, വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ശരിക്കും ചേഞ്ച് ഉണ്ട്. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എഫേർട്ട്ലെസ് നിങ്ങൾക്ക് സിറ്റിയിലൂടെ ഓടിക്കാനാണെങ്കിൽ, കംഫർട്ടബിളി ഓടിക്കാനാണെങ്കിൽ ഇത് അടിപൊളി മോഡാണ്. മോസ്റ്റ് ഓഫ് മൈ ട്രാവൽ ഞാൻ എർബൻ മോഡിലാണ് സിറ്റിയിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഹൈവേസ് എത്തുമ്പോൾ സ്പോർട്ട് മോഡ് പ്ലസ് ക്രൂസ് കൺട്രോൾ ഇടും, പിന്നെ ഒന്നും നോക്കണ്ട. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. സോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ബിഗ്ഗസ്റ്റ് ഫ്ലോ അല്ല, ഇത് ശരിക്കും ഒരു നല്ലൊരു ബൂൺ ഇൻ ദ സിറ്റിയാണ്. എഫേർട്ട്ലെസ്സിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ഫീച്ചറല്ലേ. നിങ്ങൾക്ക് അടുത്തൊരു എക്സാമ്പിൾ, ഞാൻ ത്രോട്ടിൽ ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല. 5th ഗിയറിൽ ചില്ല് ചെയ്തുകൊണ്ട് വണ്ടി പോകുന്നത് കണ്ടില്ലേ. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റ് ഹാൻഡ് വെച്ച് ഹെൽമെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ വൈസർ ഓപ്പൺ ചെയ്യാനാണെങ്കിലും ക്ലച്ച് പിടിക്കേണ്ട യാതൊരു റിക്വയർമെൻറ്റില്ല. വണ്ടി ആ മിനിമം സ്പീഡ് കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ത്രോട്ടിൽ ഇൻപുട്ട് കണ്ടില്ലേ. അത് റൈഡ് ബൈ വയർ ഉണ്ട്, ഫിസിക്കൽ ആക്സിലേറ്റർ കേബിളൊന്നുമില്ല. അത് വണ്ടിയുടെ ECU അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ആക്ടിവേറ്റ് ചെയ്യുവാണ് കേട്ടോ. കണ്ടില്ലേ, ഒരു ശബ്ദമോ ചെയിനടിയോ ഒന്നുമില്ല. എക്സാമ്പിൾ കാണിച്ചിടാം. ഇതിൻ്റെ റെസ്പോൺസ് നോക്ക്, കണ്ടില്ലേ എത്ര പെട്ടെന്നാണ്. 3000 ആൾ തിരിച്ച് പെട്ടെന്നാണ് നോർമൽ ഐഡിയൽ പൊസിഷനോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് എർബൻ മോഡ് കാണിച്ചുതരാം. കണ്ടോ, കുറച്ചൊരു ലാഗ് എടുത്തിട്ടാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GTT ആണ്. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട്, ഏറ്റവും കൂടുതൽ ഈസ് ഓഫ് റൈഡിങ്ങിനാണ് ഈ മോഡ് കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ്, അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, എന്തൊക്കെ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് എ റാപ്പ്. പിന്നെ ആസ് ഓൾവേസ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇതിനെക്കുറിച്ച് വേറെ എന്ത് വീഡിയോ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.